കൊട്ടാരക്കര പുത്തൂരിൽ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വ്യാജ ജ്യോത്സ്യൻ അറസ്റ്റിൽ. പുത്തൂർ വേണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മയോടൊപ്പം എത്തിയ പെൺകുട്ടിയെ ബാധയൊഴിപ്പിക്കാൻ എന്ന വ്യാജേന വീട്ടിനുള്ളിൽ വെച്ച് ഇയാൾ കടന്നുപിടിച്ചത്. മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പുത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലാവുന്നത്. അമ്മയുമൊത്ത് ജ്യോതിഷം നോക്കാൻ എത്തിയതായിരുന്നു 16-കാരിയായ പെൺകുട്ടി. ഈ സമയം അമ്മയെ പുറത്തിരുത്തി കുട്ടിയെ ഇയാൾ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഇറങ്ങിയോടി അമ്മയുടെ അടുത്തേക്ക് വരികയായിരുന്നു. കുട്ടിയെ ഇയാൾ കടന്നുപിടിച്ചതായി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ഈ സമയം ഇയാൾ പുറകുവശത്തെ വാതിലിൽ കൂടി ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഒന്നടങ്കം ജ്യോത്സ്യന്റെ വീടിന്റെ പരിസരത്തെത്തി പരിശോധന നടത്തി. പുത്തൂർ പോലീസിന് പരാതി നൽകിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന രാജൻ ബാബുവിനെ ഭരണിക്കാവിൽ നിന്ന് പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ BJP എന്ന പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. മുൻപ് ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രതി പിന്നീട് ജ്യോത്സ്യനാവുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതിയുടെ തുടർ നടപടികൾ പുത്തൂർ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം.